ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സോങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ സോങ് വന്നിട്ട് ഒരു 5 ദിവസം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്നതും ഏത് റീൽസ് എടുത്താലും എവിടെ നോക്കിയാലും ഈ ഒരു പാട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു പാട്ട് മലയാളികളുടെ മനസ്സിൽ അത്രത്തോളം നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞു എന്ന് പറയാം. അത് നമ്മുടെ കമ്പോസർ A.R. റഹ്മാന്റെ പെരിയോനെ എന്നുള്ള ഒരു സോങ് ആണ്. ഇപ്പൊ എവിടെ പോയാലും ഇത് തന്നെയാണ്. ഇപ്പം ഇതിന്റെ തമിഴ് വേർഷനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവിടുത്തെ ചില നമ്മള് റീൽസ് നോക്കുമ്പോഴും ഈ ഒരു സോങ് അവർ ഇടുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ട്രെൻഡിങ്ങിൽ കയറിയ ഒരു സോങ് തന്നെയാണ് ഇത്. എന്ന് വെച്ചാൽ അതിനകത്ത് ആ ഇമോഷൻ, ഇപ്പം ആടുജീവിതം ഞങ്ങള് കഥ വായിച്ചിട്ടുള്ളവരാണ് ആടുജീവിതത്തിന്റെ. അപ്പൊ നമുക്ക് ആ കഥ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കിടക്കുമ്പോൾ ഈ ഒരു പാട്ട് വന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഥ വായിക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പൊ നജീബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിത പുള്ളി കടന്നുപോയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അത് മനസ്സിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാട്ട് നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ടും കണക്ട് ആവുന്നുണ്ട്. അപ്പം അതെ, ഇപ്പം വ്യാഴാഴ്ചയാണ് വരുന്നത്. അപ്പം നമ്മൾ നജീബിന്റെ ആ ഒരു കഥ നമ്മൾ പുസ്തകത്തിൽ വായിച്ചതല്ലാതെ അത് വിഷ്വലി നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളെല്ലാം സത്യം പറഞ്ഞാല് നമ്മൾ മലയാളി പ്രേക്ഷകരെല്ലാവരും ഒരു ഓസ്കാർ ലെവലിലേക്കാണ് ആ ഒരു സിനിമ നമ്മൾ എല്ലാവരുടെയും കണ്ണിലും കാണുന്നത്. ആ ഒരു ലെവലിലേക്ക് ആ ഒരു പടം പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ട്രെൻഡിങ് നിൽക്കുന്ന ആ ഒരു സോങ് A.R. റഹ്മാന്റെ വിഷ്വൽ വെച്ചിട്ടുള്ള ഒരു സോങ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ഒരു കളർ ഗ്രേഡ് വെക്കണ്ടോ? എനിക്കൊന്ന് ഈ ഒരു രീതി തന്നെ മറ്റേ സിനിമയ്ക്കകത്ത് കാണിച്ചിരുന്നു അല്ലേ, ട്രെയിലറിനാണ്. Coming here, I could experience what the main character would have gone through. Seeing those camels, seeing sheep, and looking at the faces and what they're trying to say, and looking at these rocks, looking at the sand, you gain so much of interaction with nature, and I feel that's very important for the music. Periyone en rahmane, periyone rahi, periyone en rahmane, periyone rahi. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. ആ വിഷ്വലും ഉണ്ടല്ലേ, അടിപൊളി ഷോട്ട് അല്ലേ. എല്ലാ ഷോട്ടും എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ. ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും
കണ്ടുപിടി അറിയില്ല. വിളക്കിൻ വെളിച്ചമാണുള്ളിങ്ങിരുട്ടറയിൽ. ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. ആ ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലല്ലേ ഈ ഒരു സിനിമയുടെ ആ ഒരു പ്രൊമോ സോങ് തന്നെ കൊടുത്തിരുന്ന വിഷ്വൽ കണ്ടു അല്ലേ? ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഓരോ ഷോട്ടും അതിന് ശ്രദ്ധ ഒരു ഷോട്ട് അതിനകത്ത് വെറുതെ എടുത്തൊരു ഷോട്ടില്ല, കറക്റ്റ് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ എടുത്ത ഷോട്ടുകൾ. അപ്പൊ ആ ഒരു ഈ സിനിമയിലെ ഇന്റർവ്യൂവിനകത്ത് പല സമയത്തും പൃഥ്വിരാജ് പുള്ളി അദ്ദേഹം ഇതുപോലെ പറയുന്നുണ്ട്, എന്തുവാന്ന് വെച്ചാൽ ഒരു ഷോട്ട് വരെ അവര് 7 ദിവസം കൊണ്ടൊക്കെ എടുത്തൊരു ഷോട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും മെനക്കെട്ട് അത്രയ്ക്കും ടൈം എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ നമുക്ക് അല്ലേ, നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ട്രീറ്റ് ആയിരിക്കും ആ ഒരു സിനിമ. ഇപ്പം ഏകദേശം ഇപ്പൊ ഇതിനകത്ത് ബഡ്ജറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 മുതൽ 100 കോടി രൂപയുടെ ചെലവ് ഈ ഒരു സിനിമ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അപ്പം അത്രയ്ക്കും വലിയൊരു പടമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ചിലരുടെയൊക്കെ മനസ്സിൽ ഇതൊരു അവാർഡ് പടമായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. എന്ന് വെച്ചാല് ആ നോവല് വായിച്ചവർക്ക് അറിയാം, അത് ഭയങ്കര ആ നോവല് നമ്മള് വായിച്ചൊരു 2 പേജ് കഴിഞ്ഞാൽ നമ്മള് അത്രയ്ക്കും അതിനകത്ത് ആകാംക്ഷയോടെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന സീൻസ് ഉണ്ട്. അവിടെ മുതൽ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന സീനുണ്ട്. രക്ഷപ്പെടുന്നത് വരെ ഉണ്ടല്ലോ ഓരോ മൊമെന്റും നമ്മൾ എന്തോ അടുത്ത് ഭയങ്കര ആകാംക്ഷയാണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റ്, അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നോവലാണ്. വിഷ്വലി കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ഒരുപാട് സാഹസികതകൾ ഇവര് അത്രയും എന്ന് വെച്ചാൽ എഫേർട്ട് എടുത്ത് രക്ഷപ്പെട്ടല്ല, ചുമ്മാതെ അങ്ങനെ പോകുന്നതല്ല. അതിനകത്തൊരു കഥ, ഒരു വലിയ സ്റ്റോറി. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ കുറച്ചു പേർ ചോദിച്ചപ്പോഴത്തേക്ക് 1-2 പേര് എന്റെ അടുത്ത് പറഞ്ഞത് അവാർഡ് മൂവി അല്ലേ എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാനതുകൊണ്ട് പറയാം, ഇപ്പൊ നമ്മളിതിപ്പോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും അങ്ങനത്തെ പടമൊന്നുമല്ല, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. അപ്പൊ നമ്മൾ തിയേറ്ററിൽ കിട്ടാൻ പോകുന്ന ഒരു വലിയ ട്രീറ്റ് തന്നെ ആയിരിക്കും. നമുക്കിപ്പം അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ പ്രൊമോ സോങ് തന്നെ അവര് ഈ ഒരു വിഷ്വൽ അവർ കാണിച്ചിട്ടുണ്ട്, ഇത്രയും കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും കിഡിലോസ്കി പടം തന്നെ ആയിരിക്കും. പിന്നെ എ റഹ്മാൻ തന്നെ, അദ്ദേഹം തന്നെ ഇത്ര മെനക്കെട്ട് ഇതിനകത്തിരിക്കുന്ന ഉള്ള പ്രൊമോ. ഞാൻ എ റഹ്മാന്റെ വേറെ അദ്ദേഹം ചെയ്ത ഒരുപാട് സിനിമ ഉണ്ട്, പക്ഷെ ഇത്രയ്ക്കും ഇപ്പൊ ഈ മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഈ പടത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുക, ഉള്ള പ്രോഗ്രാംസിനകത്തെല്ലാം പങ്കെടുക്കുക, അങ്ങനെയാണ് എ റഹ്മാൻ ഇതുവരെ ഒരു പടത്തിലും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു പടത്തിൽ അദ്ദേഹം അങ്ങനെയൊക്കെ പോയിരിക്കണം, ഇത്രയും പ്രൊമോ അദ്ദേഹം തന്നെ പറയണം എന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഈ എ റഹ്മാനെ പോലുള്ള വലിയൊരു ലെജൻഡ് അതിനകത്ത് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം വലിയ പ്രതീക്ഷയോടെ ഇരിക്കും. ഇനി 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ സിനിമ എന്തായാലും ഉറപ്പായിട്ട് കാണുന്നതായിരിക്കും. അപ്പൊ എന്തുവായാലും നിർത്തുന്നു. ഓക്കെ, ബൈ.